നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബാംഗ്ലൂരുവിൽ മലയാളിയുടെ ക്രൂരമർദ്ദനത്തിനിരയായി ചികിത്സയിൽ കഴിഞ്ഞിരുന്ന തളിക്കുളം സ്വദേശിനി മരിച്ചു. നാട്ടികയിൽ കഞ്ചാവും മാരകായുധങ്ങളും പിടിച്ച കേസിൽ ഒരാൾ കൂടി പിടിയിലായി. ചാഴൂർ പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി. ബാംഗ്ലൂരുവിൽ മലയാളിയുടെ ക്രൂരമർദ്ദനത്തിനിരയായി ചികിത്സയിൽ കഴിഞ്ഞിരുന്ന സ്ത്രീ മരിച്ചു. തളിക്കുളം പത്താങ്കല് സ്വദേശിനി സുനിതയാണ് മരിച്ചത്. 47 വയസ്സായിരുന്നു. ബാംഗ്ലൂരുവിൽ തെരുവ് നായ്ക്കൾക്കായി ഷെൽട്ടർ ഹോം നടത്തുന്ന മലയാളി ദീപക് കൃഷ്ണനാണ് സുനിതയെ ക്രൂരമായി മർദ്ദിച്ചത്. ഞായറാഴ്ചയായിരുന്നു സുനിതയ്ക്ക് മർദ്ദനമേറ്റത്. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ചയായിരുന്നു മരണം. തലച്ചോറിന് ഗുരുതര പരിക്കേറ്റ നിലയിലായിരുന്നു. ലൈംഗികാതിക്രമത്തിന് ഇരയായെന്നും FIRൽ പറയുന്നു. തെരുവ് നായ്ക്കൾക്കായി ഷെൽട്ടർ ഹോം നടത്തിയിരുന്ന സുനിത പത്രപരസ്യം കണ്ടാണ് ബാംഗ്ലൂരിലേക്ക് എത്തിയത്. സഹോദരിയുടെ മകളും കൂടെ ഒരു തൃശൂർ സ്വദേശിനിയും ഒപ്പമുണ്ടായിരുന്നു. ദീപക് കൃഷ്ണന്റെ പെരുമാറ്റത്തിലെ പ്രശ്നങ്ങളും മദ്യപാനവും കാരണം ജോലി നിർത്തി പോകുകയാണെന്ന് ദീപക്കിനോട് സുനിത പറഞ്ഞിരുന്നു. കൂടുതൽ പണം വാഗ്ദാനം ചെയ്തെങ്കിലും സുനിത സമ്മതിച്ചില്ല. ഇതേ തുടർന്നായിരുന്നു മർദ്ദനമെന്നും പറയുന്നു. മാസം 40,000 രൂപ നൽകാമെന്ന് പറഞ്ഞാണ് ഇയാൾ സുനിതയെ ജോലിക്കായി വിളിച്ചതെന്ന് ഭർത്താവ് സിൻഡോ പറഞ്ഞു. 14 ദിവസം മുമ്പായിരുന്നു സുനിത ബാംഗ്ലൂരിലേക്ക് പോയത്. നാട്ടികയിൽ 6.5 കിലോ കഞ്ചാവും മാരകായുധങ്ങളും പിടിച്ച കേസിൽ ഒരാളെ കൂടി റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. വലപ്പാട് കഴിമ്പ്രം സ്വദേശി 21 വയസ്സുള്ള തൊട്ടാരത്ത് വീട്ടിൽ നന്ദു കൃഷ്ണയാണ് പിടിയിലായത്. ഇയാളെ റിമാൻഡ് ചെയ്തു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മീൻപിടുത്തക്കാരൻ എന്ന വ്യാജേന കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്ന നാട്ടിക ബീച്ച് സ്വദേശി പുഞ്ചപ്പാടത്ത് വീട്ടിൽ വിഷ്ണുവിനെ വൻ ലഹരിമരുന്ന് ശേഖരവുമായി മാർച്ച് 9 പോലീസ് പിടികൂടിയിരുന്നു. വിഷ്ണുവിൻ്റെ വീടിൻ്റെ ടെറസിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു 6.5 കിലോ കഞ്ചാവ് ഉണ്ടായിരുന്നത്. 5 വടിവാളുകൾ, കത്തി, എയർഗൺ, ഡിജിറ്റൽ ത്രാസ് എന്നിവയും വീട്ടിൽ നിന്ന് കണ്ടെടുത്തിരുന്നു. നാട്ടിലെ തോടുകളിലും കുളങ്ങളിലും മീൻ പിടിക്കാനെന്ന മട്ടിൽ പോയി ആളൊഴിഞ്ഞ സ്ഥലങ്ങളിൽ വെച്ച് കഞ്ചാവ് കൈമാറുന്നതായിരുന്നു ഇവരുടെ രീതി. ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിലുള്ള ഡാൻസ് ഓഫ് ടീമും വലപ്പാട് പോലീസും ചേർന്ന് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് സംഘം കുടുങ്ങിയത്. ഈ കേസിൽ വിഷ്ണുവിന് കഞ്ചാവ് എത്തിച്ചു നൽകിയിരുന്ന വലപ്പാട് സ്വദേശി പണിക്ക് വീട്ടിൽ മുഹമ്മദ് ഷിജിയെ മാർച്ച് 14 അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു. കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന കാര്യം പോലീസ് അന്വേഷിച്ചു വരികയാണ്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ SHO K. അനിൽകുമാർ, SI എബിൻ, CPOമാരായ ശ്രാവൺ, വിവേക്, ആദർശ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. കണ്ടശങ്കടവ് ഇടവകയിലെ പടിയം വിശുദ്ധ സെബാസ്ത്യാനോസിന്റെ കപ്പേളയിൽ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാളിന് കൊടിയേറി. ഇടവക അസിസ്റ്റന്റ് വികാരി ഫാദർ ഇലോയ് ചറമൽ കാർമ്മികനായി. ചൊവ്വാഴ്ച വൈകിട്ട് തിരുനാൾ കൊടിയേറ്റം, ലതീഞ്ഞ്, നൊവേന, നേർച്ച വിതരണം എന്നിവ നടത്തി. തിരുനാൾ ദിനമായ മെയ് 12 ചൊവ്വാഴ്ച വൈകിട്ട് 5:30 ഇടവക ദേവാലയത്തിൽ വിശുദ്ധ കുർബാന, പ്രസിദ്ധേന്തി വാഴ്ച എന്നിവ നടത്തും. ഫാദർ അജിത് ചിറ്റ്ലപ്പള്ളി കാർമ്മികനാകും. തുടർന്ന് കപ്പേളയിലേക്ക് തിരുനാൾ പ്രദക്ഷിണം, ലതീഞ്ഞ്, നൊവേന, തിരുനാൾ സന്ദേശം, നേർച്ച ഭക്ഷണം എന്നിവയും ഉണ്ടായിരിക്കും. ഫൊറോന വികാരി ഫാദർ റാഫേൽ ആക്കാമറ്റത്തിൽ, കമ്മിറ്റി പ്രസിഡന്റ് അരുൺ ആന്റണി, സെക്രട്ടറി CO ജിൻഡോ, ട്രഷറർ ഡൊമിനിക് സാവിയോ, വൈസ് പ്രസിഡന്റുമാരായ TJ വിൻസെന്റ്, വർക്കി ചാലിശ്ശേരി, ജോയിന്റ് സെക്രട്ടറിമാരായ സിജോ റോക്കി, ലിറ്റി റാഫേൽ, തിരുനാൾ കമ്മിറ്റി ജനറൽ കൺവീനർ AV ഡേവിസ്, ജോയിന്റ് കൺവീനർ P. വർഗീസ്, ഇടവക കൈക്കാരന്മാർ, കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. NMMS 2025-26 വർഷത്തെ മത്സര പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഏനാമാക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂൾ 8ാം ക്ലാസ് വിദ്യാർത്ഥി ആൽവിൻ മനോജിനെ അധ്യാപകരും PTA-യും ചേർന്ന് മണലൂരിലെ വീട്ടിലെത്തി അനുമോദിച്ചു. PTA പ്രസിഡന്റ് ജോസ് വാവേലി ഉപഹാരവും പ്രധാന അധ്യാപകൻ ജോഷി പോൾ പൂച്ചെണ്ടു നൽകിയാണ് അനുമോദിച്ചത്.
അധ്യാപകരായ വിജയ ഫിലിപ്പ്, ഡാലി ഡേവിസ്, കുടുംബാംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മണലൂർ ചിറമ്മൽ വീട്ടിൽ മനോജിൻ്റെയും ജനറ്റിൻ്റെയും രണ്ടാമത്തെ മകനായ ആൽവിൻ കഴിഞ്ഞ വർഷം USS കരസ്ഥമാക്കിയിരുന്നു. മതിലകം കൂളിമുട്ടത്ത് വീടിൻ്റെ അടുക്കളയിൽ നിന്ന് പുല്ലാനി മൂർഖനെ പിടികൂടി. കൂളിമുട്ടം എമ്മാട് കാട്ടുപറമ്പിൽ സിദ്ദിഖിൻ്റെ വീടിനകത്ത് നിന്നാണ് മൂർഖൻ പാമ്പിനെ പിടിച്ചത്. ചൊവ്വാഴ്ച രാത്രിയിലാണ് മൂർഖൻ പാമ്പ് വീടിനുള്ളിൽ കയറിക്കൂടിയത്. വിവരം അറിയിച്ചതിനെ തുടർന്ന് ചാലക്കുടി ഫോറസ്റ്റ് കീഴിലുള്ള RRT അംഗം അൻസാരി കൂളിമുട്ടമെത്തി പാമ്പിനെ പിടികൂടി. 5 അടിയോളം നീളമുള്ള മൂർഖനെ ഫോറസ്റ്റ് അധികൃതർക്ക് കൈമാറും. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Manappuram Geeta Ravi Public School, the joy of learning. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാടാനപ്പള്ളി തൃപ്രയാർ ഷോറൂമുകളിൽ വിഷു അക്ഷയ തൃതീയ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1 ലക്ഷത്തിൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. സാധാരണക്കാരുടെ സ്വർണ്ണാഭരണ സ്ഥാപനം AG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വേണാട് ഫിനാൻസിൽ നിങ്ങളുടെ സ്വർണ്ണത്തിന് ഇരട്ടി മൂല്യം വരെ ലഭിക്കാവുന്ന അടിപൊളി ഗോൾഡ് ലോൺ സ്കീമുകളുണ്ട്. കൂടാതെ നിക്ഷേപങ്ങൾക്ക് ഏറ്റവും ഉയർന്ന പലിശയും ബിസിനസ്സുകാർക്ക് പെട്ടെന്ന് ലഭിക്കാവുന്ന ചെറുകിട മൈക്രോ ബിസിനസ് ലോണുകളും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.
മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരുങ്ങോട്ടുകര 3 കോടി സെൻട്രൽ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം പെരുങ്ങോട്ടുകര SNDP യൂണിയൻ ഹാളിൽ ചേർന്നു. ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. വ്യാപാരികൾക്കും പൊതുസമൂഹത്തിനും ഗുണകരമായ രീതിയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രവർത്തനങ്ങളെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും അത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ നമുക്ക് കഴിയുകയും ചെയ്തിട്ടുണ്ട്. വ്യാപാര മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒരുപോലെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വേദിയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി. ഏതൊരു വിഷയത്തിലും വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് അതിൻ്റെതായ കൃത്യമായ തീരുമാനങ്ങളും അഭിപ്രായങ്ങളുമുണ്ട്. നമ്മുടെ അഭിപ്രായങ്ങൾക്ക് ഇന്ന് കാതോർക്കാൻ കേരളീയ സമൂഹം തയ്യാറാണ്. അത് നമ്മൾ കഴിഞ്ഞ ഒട്ടേറെ വർഷത്തെ സംഘടനാ പ്രവർത്തനം കൊണ്ട് നേടിയെടുത്ത ഒരു കാര്യമാണ്. മറ്റ് സംഘടനകളിൽ നിന്നും വിഭിന്നമായി വ്യാപാരികളെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിൻ്റെ നമ്മളാൽ കഴിയാവുന്ന പൊതുസമൂഹത്തിന് നൽകാവുന്ന ഒട്ടേറെ സേവനങ്ങൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്നും നൽകാൻ തയ്യാറായിട്ടുണ്ട്. യൂണിറ്റ് പ്രസിഡന്റ് MG സുനിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റും നാട്ടിക മണ്ഡലം ചെയർമാനുമായ KK ഭാഗ്യനാഥൻ തെരഞ്ഞെടുപ്പ് വരണാധികാരിയായിരുന്നു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി വിനയൻ കക്കേരി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിറ്റ് ട്രഷറർ ഗോപാലകൃഷ്ണൻ CP കണക്ക് അവതരിപ്പിച്ചു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി വിനയൻ കക്കേരി, യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി സജീവൻ ഞാറ്റുവെട്ടി എന്നിവർ സംസാരിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ചാഴൂർ പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. വിശേഷാൽ പൂജകൾ, അഭിഷേകം എന്നിവ നടന്നു. 3 ഗജവീരന്മാർ അണിനിരുന്ന ശീവേലി എഴുന്നള്ളിപ്പ്, അന്നദാനം എന്നിവ നടന്നു. പഴുവിൽ രഘുമാരാരുടെ നേതൃത്വത്തിൽ പാഞ്ചാരി മേളം അരങ്ങേറി. വൈകിട്ട് ഗ്രാമപ്രദക്ഷിണം, തുടർന്ന് പഴുവിൽ രഘുമാരാരുടെ നേതൃത്വത്തിൽ പാണ്ടിമേളത്തോടെ ചാഴൂർ വടക്കേയാൽ പരിസരത്ത് വെച്ച് കാഴ്ച ശീവേലി നടന്നു. തുടർന്ന് ചാഴൂർ കോവിലകം പറ, വിശേഷാൽ നിർമ്മാല ദീപാരാധന, പള്ളി നായാട്ട് എന്നിവ നടന്നു. തൃപ്പയാർ രമേശന്മാരാരുടെ പ്രാമാണികത്വത്തിൽ പഞ്ചവാദ്യം നടന്നു. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് രാജീവ് വാരാട്ടിൽ, സെക്രട്ടറി രജിത് പോഴത്ത്, ദേവസ്വം ഓഫീസറും ട്രഷററുമായ PU നന്ദകുമാർ, വൈസ് പ്രസിഡന്റ് ശ്രീജിത്ത് TV, ജോയിന്റ് സെക്രട്ടറി രാഘവൻ പോഴത്ത്, ഓഡിറ്റർ അശോക് കോമത്തുകാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി.
UDFിൻ്റെ ഉജ്ജ്വല വിജയത്തിൽ UDF പ്രവർത്തകർ ചന്ദ്രാപിന്നിയിൽ ആഹ്ലാദ പ്രകടനം നടത്തി. നേതാക്കളായ സജീവ് വയനപ്പള്ളി, ഉമറുൽ ഫാറൂഖ്, PD സജീവ്, EK മുഹമ്മദ് ഹാജി തുടങ്ങിയവർ നേതൃത്വം നൽകി. കോരിക്കുഴി സഹോദര കലാസമിതി വായനശാലയുടെ വായനാ കളരി സാഹിത്യകാരൻ ബാപ്പു വലപ്പാട് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസം നേടാൻ കഴിയാത്തതിൽ നിന്ന് എനിക്ക് അതിയായ ദുഃഖം കുറ്റബോധമുണ്ട്. അപ്പം അത് ഇപ്പോഴുള്ള തലമുറ, ഇപ്പോഴുള്ള കുട്ടികൾക്ക് അതിന് വളർച്ചയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് അക്ഷരജ്ഞാനം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൻ്റെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഈ വിദ്യാലയങ്ങൾക്ക് വിദ്യാർത്ഥികൾക്കുള്ള വായനാ അവാർഡുകളും അധ്യാപകർക്കുള്ള വിദ്യാഭ്യാസ പുരസ്കാരം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ കാരണം ഇതാണ്, എൻ്റെ അനുഭവമാണ്. ഈ പുസ്തകങ്ങൾ ഞാൻ ലൈബ്രറികൾക്ക് കൊടുക്കാൻ കാരണം വായിക്കണം, വായനയുടെ മഹത്വം എന്താണെന്ന് തിരിച്ചറിയണം. അത് കുട്ടികൾ മാത്രമല്ല, പേരൻസും ജനങ്ങളെല്ലാവരും വായിക്കേണ്ടതാണ്. വായന നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റണം വിദ്യാർത്ഥികൾ. വായനശാല പ്രസിഡന്റ് നസീർ പുത്തൻകുളം അധ്യക്ഷനായി. താലൂക്ക് ലൈബ്രറി പ്രസിഡന്റ് MS മോഹൻദാസ് പങ്കെടുത്തു. പഞ്ചായത്ത് ലൈബ്രറി കൗൺസിൽ അംഗം അനിൽ കാരയിൽ, സിനി സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം, മ്യൂസിക് ഡയറക്ടർ ശ്യാം ധർമ്മൻ, ആർട്ടിസ്റ്റ് സെയ്ദ് ഷാഫി, വായനശാല സെക്രട്ടറി കമല മാഹുലയൻ, കലാസമിതി സെക്രട്ടറി പ്രകാശൻ, സംഘടന സമിതി കൺവീനർ ആരതി പ്രവീൺ എന്നിവർ സംസാരിച്ചു. കയ്പമംഗലത്ത് വീടിനകത്ത് നിന്ന് പുല്ലാനി മൂർഖനെ പിടികൂടി. കയ്പമംഗലം കരടിവളവ് സ്വദേശി കൈനപ്പറമ്പിൽ വേലായുധൻ്റെ വീടിനുള്ളിൽ നിന്നാണ് 2.5 അടിയോളം വലുപ്പമുള്ള പുല്ലാനി മൂർഖനെ പിടികൂടിയത്. രാത്രിയിലാണ് വീടിനുള്ളിൽ പാമ്പിനെ കണ്ടത്. വീട്ടുകാരെ കണ്ടതോടെ മൂർഖൻ അലമാരക്കടിയിൽ ഒളിച്ചു. വാർഡ് മെമ്പർ ജിഷ ഉണ്ണി അറിയിച്ചതിനെ തുടർന്ന് ചാലക്കുടി ഫോറസ്റ്റിന് കീഴിലുള്ള RRT അംഗം അൻസാരി കുളിമുട്ടം എത്തി പാമ്പിനെ പിടികൂടി. +1 വിദ്യാർത്ഥിക്ക് കരുതലായി നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS വിദ്യാർത്ഥികളും കോർഡിനേറ്റർ ശലഭ ജ്യോതിഷും. 9 വർഷമായി മുടങ്ങിയിരുന്ന സ്ഥലം രജിസ്ട്രേഷൻ പൂർത്തിയാക്കി. സാമ്പത്തിക പ്രതിസന്ധി കാരണം 9 വർഷമായി മുടങ്ങിക്കിടന്നിരുന്ന 3.5 സെന്റ് സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിൻ്റെ ഇടപെടലിലൂടെയാണ് പൂർത്തിയാക്കിയത്. സ്കൂളിൻ്റെ പതിവ് പ്രവർത്തനമായ ഓരോ കുട്ടിയുടെയും വീട്ടിലേക്ക് അധ്യാപകർ സന്ദർശനത്തിനിടയിലാണ് ക്ലാസ് ടീച്ചറും NSS കോർഡിനേറ്ററുമായ ശലഭ ജ്യോതിഷ്, പ്രിൻസിപ്പൽ ജയ ബിനി GSB, അസിസ്റ്റന്റ് കോർഡിനേറ്റർ ഷൈജ EB എന്നിവർ വിദ്യാർത്ഥിയുടെ അവസ്ഥ മനസ്സിലാക്കിയത്. തുടർന്ന് NSS വിദ്യാർത്ഥികളെ ചേർത്ത് ചർച്ച നടത്തി. ആവശ്യമായ തുക സമാഹരിക്കാൻ വിവിധ ചലഞ്ചുകൾ സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നുള്ള ഈ ശ്രമം വിജയകരമായി പൂർത്തിയാക്കുകയും ആവശ്യമായ തുക കണ്ടെത്തുകയും ചെയ്തു. ചടങ്ങിൽ PTA പ്രസിഡന്റ് PSP നസീർ, പ്രിൻസിപ്പൽ ജയ ബിനി GSB എന്നിവരുടെ സാന്നിധ്യത്തിൽ പ്രോഗ്രാം ഓഫീസർ ശലഭ ജ്യോതിഷ്, NSS ലീഡർമാരായ ദേവദർശൻ KS, ശിവനന്ദ EH എന്നിവർ ചേർന്ന് ബാക്കിയുള്ള തുക കൈമാറി. NSS വളണ്ടിയേഴ്സായ രോഷിത് അരുൺ, മുഹമ്മദ് അഷ്റഫ് TN, നിവ സാബു, ഹിബ സാജുദ്ദീൻ, റയാൻ ഷമീർ, NSS അസിസ്റ്റന്റ് കോർഡിനേറ്ററായ ഷൈജ EB തുടങ്ങിയവർ പങ്കെടുത്തു. SN ട്രസ്റ്റ് നാട്ടിക സ്കൂളിലെ NSS യൂണിറ്റ് 427 ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ അടുത്ത ഘട്ടത്തിലോട്ട് കടന്നിട്ടുണ്ട്. നമ്മുടെ സ്കൂളിൽ 9 കൊല്ലമായിട്ട് ഒരു കുട്ടിക്ക് വസ്തു വാങ്ങുകയും മൊത്തത്തിൽ വാങ്ങാൻ പറ്റാതെ, വീട് വെക്കാനും പറ്റാതെ, അത് ഇപ്പോഴും നമ്മുടെ NSSലെ കുട്ടികൾ അത് വിവിധ ചാലഞ്ചുകൾ ചെയ്ത് കാശ് കണ്ടുപിടിച്ച് അത് ആ ഓണറിനെ കൊടുത്ത് വസ്തു വാങ്ങി ഇപ്പം നമ്മുടെ ആ കുട്ടിക്ക് നമ്മുടെ SN ട്രസ്റ്റിലെ +1 സ്റ്റുഡൻറ്റിന് വസ്തു കൈമാറുകയാണ്. അത് 9 വർഷം മുമ്പൊക്കെ രജിസ്ട്രേഷൻ അഡ്വാൻസ് കൊടുത്താൽ അത് മുടങ്ങിപ്പോയാൽ പിന്നെ ഓണർക്ക് അത് കൊടുക്കണം എന്നൊന്നും നിയമമില്ല. പക്ഷേ ഞങ്ങളത് ഇനീഷ്യേറ്റ് ചെയ്ത് ഞാൻ വിളിച്ച ഉടൻ തന്നെ അവർ ടീച്ചർ പറഞ്ഞാൽ എന്നാണ് ഞങ്ങൾ എന്ന് പൈസ തന്നാലും ഞങ്ങൾ തരാൻ റെഡിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ ചലഞ്ചിലേക്ക് വിവിധ ചലഞ്ചിലൂടെ ചുരിദാർ ചലഞ്ച് അങ്ങനെ തുടങ്ങിയ നിരവധി ചലഞ്ചിലൂടെയാണ് ഞങ്ങൾ അതിനുള്ള പൈസ ഉണ്ടാക്കിയത്. അതവർ തരാൻ തയ്യാറായി. അതിന് അവരോടാണ് ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുന്നത്.
കേരളത്തിൽ BJP അക്കൗണ്ട് തുറന്നതിൻ്റെ സന്തോഷത്തിൽ BJP നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്രയാറിൽ ആഹ്ലാദ പ്രകടനം നടത്തി. BJP നാട്ടിക മണ്ഡലം പ്രസിഡന്റ് റിനി കൃഷ്ണപ്രസാദിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രകടനത്തിൽ OBC മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഗീഷ് പൂരാടൻ, മണ്ഡലം ഭാരവാഹികളായ ഷൈൻ നെടിയിരിപ്പിൽ, രശ്മി ഷിജോ, ഗോകുൽ കരിപ്പിള്ളി, NS ഉണ്ണിമോൻ, നിഷ പ്രവീൺ, KR മോഹനൻ, ഷാജി ആലുങ്ങൽ, ഭഗിനി സുനിൽ ദത്ത് എന്നിവർ സംസാരിച്ചു. തൃപ്രയാർ AUP സ്കൂളിൽ അവധിക്കാല ഫുട്ബോൾ ക്യാമ്പിന് തുടക്കമായി. കളിയാരം എന്ന പേരിൽ ആരംഭിച്ച ഫുട്ബോൾ ക്യാമ്പ് നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിനു ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് നാസിയ സുബിൻ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക സിന്ധു KS, സീനിയർ അധ്യാപകൻ ശ്രീനാഥ് വിജയൻ, വൈസ് പ്രസിഡന്റ് വിനീഷ് KK, വലപ്പാട് VFA സെക്രട്ടറി TR കരുണാകരൻ എന്നിവർ സംസാരിച്ചു. തളിക്കുളം ടാസ്ക് ക്ലബ് അംഗം പ്രണവ് ആണ് ഫുട്ബോൾ കോച്ച്. മെയ് 20 വരെയാണ് കുട്ടികൾക്കായി ഫുട്ബോൾ ക്യാമ്പ് നടത്തുന്നത്. ഇന്നത്തെ കാലത്ത് മൊബൈലായിട്ടും അതുപോലെ തന്നെ ഫോണായാലും TV ആയാലും ഒക്കെ കണ്ട് സമയം കളയുന്ന ഈ കാലത്ത് കുഞ്ഞുമക്കൾക്ക് ഏറ്റവും നല്ലൊരു പ്രോത്സാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വളരാനായിട്ട് ഇവിടുത്തെ ലക്ഷ്യം തന്നെ എഴുതിയിട്ടുള്ളത് കളിക്കാം, വളരാം, കരുത്തരാകാം. അങ്ങനെ കരുത്തരാവാൻ വേണ്ടിയിട്ട് സ്കൂൾ നടത്തുന്ന ഈ ക്യാമ്പ് എല്ലാ അർത്ഥത്തിലും വളരെ പ്രശംസ അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. ഒറ്റ സ്കൂളുകളും ഇങ്ങനെ ഒരു പ്രൈവറ്റ് മാനേജ്മെന്റ് സ്കൂളുകളൊന്നും ഇതുപോലെ ക്യാമ്പുകൾ നടത്തുന്നുണ്ടാവില്ല. അതെന്തെങ്കിലും ഇപ്പോൾ പഞ്ചായത്തുകളോ മറ്റ് കാര്യങ്ങളോ നടത്തുമ്പോൾ അതിനെന്തെങ്കിലും സാമ്പത്തിക ലാഭം നോക്കിക്കൊണ്ടൊക്കെ ആയിരിക്കും ക്യാമ്പുകളൊക്കെ നടത്തുക. പക്ഷെ ഇന്നിവിടെ ഈ സ്കൂളിൽ പറഞ്ഞത് അങ്ങനെ യാതൊന്നും ഇല്ലാതെ അധ്യാപകരുടെ കയ്യിൽ നിന്നും അവർ സ്വന്തമായി നമ്മളുടെ മക്കൾക്ക് നല്ല ഗുണങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് അവരിൽ നല്ല നേതൃപാഠവും അതുപോലെ തന്നെ നല്ല കരുത്തും നല്ല മിടുക്കരായി വളരാൻ വേണ്ടി നിങ്ങളെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് നമ്മുടെ അധ്യാപകരുടെ ഭാഗത്തു നിന്നുള്ള നല്ല പ്രയത്നം തന്നെയാണ്. ഏങ്ങണ്ടിയൂർ ചേറ്റുവ കിഴക്കുവശം കുന്നത്തങ്ങാടിയിൽ പരേതനായ വടശ്ശേരി കൃഷ്ണൻകുട്ടിയുടെ മകൻ സുബ്രഹ്മണ്യൻ അന്തരിച്ചു. 75 വയസ്സായിരുന്നു. ഭാര്യ ലസിത, മക്കൾ ഡോക്ടർ സിമിലി, വരുൺ, മരുമകൻ കൃഷ്ണകുമാർ. സംസ്കാര കർമ്മം ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:30 വീട്ടുവളപ്പിൽ വെച്ച് നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ബാംഗ്ലൂരുവിൽ മലയാളിയുടെ ക്രൂരമർദ്ദനത്തിനിരയായി ചികിത്സയിൽ കഴിഞ്ഞിരുന്ന തളിക്കുളം സ്വദേശിനി മരിച്ചു. നാട്ടികയിൽ കഞ്ചാവും മാരകായുധങ്ങളും പിടിച്ച കേസിൽ ഒരാൾ കൂടി പിടിയിലായി. ചാഴൂർ പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.